പേട്ട എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് നമ്മൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ഞങ്ങൾ ഗോൾഡ് 101.3 FM ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റഗ്രാം പേജിലും ലൈവായി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കാണാനായിട്ട് സാധിക്കും. ഹലോ ടു എവ്രിവൺ ഹൂസ് വാച്ചിങ് us. So very happy. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു that we have special guests coming into our studio. So 100% like we mentioned, they are here right now. ജങ്കാർ എന്ന ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഗോൾഡ് FM സ്റ്റുഡിയോസിലുള്ളത് ശരത് അപ്പാനി, ആര്യ, രേണു ആൻഡ് മനോജ് ടി യാദവ്. വെൽക്കമിങ് യു ഓൾ. Thank you so much. How are you all doing? ഇപ്പോ ഇന്ന് വന്ന് ജസ്റ്റ് നേരെ സ്റ്റുഡിയോയിലേക്ക് വന്നതാണ് എന്നറിഞ്ഞു. ആദ്യമായിട്ട് വിശേഷം പങ്കുവയ്ക്കാൻ ഗോൾഡ് FM-ലേക്കാണ് വരുന്നത്. മീരയുടെ സ്വന്തം ഗോൾഡ് FM-ല് ജങ്കാറിന്റെ How happy. Okay, എന്താണ് ജങ്കാർ എന്നുള്ളത് പ്രവാസി പ്രേക്ഷകരോട് ആദ്യം പറയാം. ആദ്യം ആർക്കാണ് ഡയറക്ടർ സംസാരിക്കുന്നത്? മൈക്കിന്റെ അടുത്തേക്ക് ഇരുന്ന് സംസാരിക്കാം കേട്ടോ. ജങ്കാർ ഒരു ന്യൂജൻ മൂവിയല്ല, പക്ഷെ ന്യൂജൻ എലമെന്റ്സ് ഉള്ള മൂവിയാണ്. സോങ്സ് ഉണ്ട്, ത്രില്ലർ മൂവിയാണ്. ഒരു യുവതി ഒരു തുരുത്തിലേക്ക് എത്തപ്പെടുന്നതും ആ യുവതിയെ പിന്തുടർന്ന ഒരു യുവാവ് എത്തപ്പെടുന്നതും അവരവിടെ സർവൈവ് ചെയ്യുന്നതും അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ഒക്കെയാണ് ഇതിൻ്റെ പ്രമേയം. പൂർണ്ണമായിട്ട് നമുക്ക് അതിൻ്റെ കണ്ടന്റ് പറയാൻ പറ്റില്ല. നല്ലൊരു മൂവിയാണ്, ചെറിയ മൂവിയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഒരു ടീസർ പോലെ അത് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് നിങ്ങളുടെയൊക്കെ കഥാപാത്രങ്ങൾ? ഇത് ആക്ച്വലി ഇതൊരു നേരത്തെ ഡയറക്ടർ പറഞ്ഞതുപോലെ ഇതൊരു സർവൈവൽ ത്രില്ലർ മൂവിയാണ്. ഒരു എന്താ പറയുക, ഒരു ഗ്രാമവും അല്ലെങ്കിൽ ഒരു ദ്വീപിൻ്റെയൊക്കെ കഥ പറയുന്ന ഒരു സബ്ജക്റ്റാണ് ഈ സിനിമയിൽ മുഴുനീളം പറഞ്ഞു പോകുന്നത്. കുറേ അധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ആക്ച്വലി ഈ സിനിമ പറയുന്നത്. വളരെ രസകരമായിട്ട് കഥ പറയുന്നൊരു സിനിമയായിരിക്കും ഇത്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേരിപ്പം വെളിപ്പെടുത്താൻ കുഴപ്പമില്ലല്ലോ. ഓക്കെ, അഭിമന്യു അഭീന്ദ്രൻ എന്നാണ് എൻ്റെ ക്യാരക്ടറുടെ പേര്. നോർമലി ഉള്ളൊരു പേഴ്സണാണ്. വളരെയധികം ഇമോഷൻസ് ട്രാക്കൊക്കെ പിടിക്കുന്ന ഒരു ക്യാരക്ടറാണ്. വളരെ രസകരമായിരുന്നു ആക്ടിങ് സമയത്ത്, ഷൂട്ടിംഗ് സമയത്ത്. ഇപ്പോൾ ജൂലൈ 4th തിയേറ്ററുകളിൽ എത്താൻ പോവാണ്. സോ വളരെ ഹാപ്പി. എന്റെ ക്യാരക്ടർ നക്ഷത്ര എന്നാണ്. ഇപ്പം സർ പറഞ്ഞ പോലെ ഒരു തുരുത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു യുവതി, ആ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അവിടെ എത്തിപ്പെടുമ്പോൾ ഉണ്ടാവുന്ന സർവൈവലും അവിടുത്തെ ലൈഫും ഒക്കെയാണ് ഈ ഒരു സിനിമയുടെ ഒരു എന്താ പറയുക കാമ്പ് എന്ന് പറയുന്നത്. എന്റെ ക്യാരക്ടറിന്റെ പേര് ഗീത ഹർപ്പൽ എന്നാണ്. ശബരി ശർമ്മയുടെ പേരായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു കിഡ് സോങ് ഉണ്ട്, അപ്പൊ അതിന്റെ ഭാഗമാകാൻ പറ്റി. ആദ്യമായിട്ടാണ് ഒരു മുഴുനീള പാട്ടില് ഡാൻസ് ചെയ്ത് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്. ഇതില് വേറെയും അഭിനേതാക്കളുണ്ട്. അവർക്ക് ഇന്ന് വരാനായിട്ട് സാധിച്ചില്ല. ശ്വേത ചേച്ചി ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദിസ് മൂവി. അത് നേരത്തെ പറഞ്ഞ പോലെ ശബരീഷ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദിസ് മൂവി. വേറെ ഏതൊക്കെ സുധീർ കരമന, ആക്ടർ സുധീർ കരമന ഉണ്ട്. പിന്നെ ഗീതി സംഗീത, അങ്ങനെ ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട്. അജ്മൽ എന്നൊരു ആക്ടർ ഉണ്ട്. നമ്മുടെ ബിജു കലാവേദി ഉണ്ട്. കുറെ ആക്ടേഴ്സ് ഉണ്ട്. ജോബി പാലുണ്ട്. ഇതേപോലെ ബ്രോനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പോർട്രേ ചെയ്തേക്കുന്ന ഈ ക്യാരക്ടർ എന്ന് പറയുന്ന സമയത്ത് മലയാളികളുടെ മനസ്സിൽ ആ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് ബ്രോന്. അപ്പോൾ ഇതേപോലത്തെ ഈ കരിയറിൽ ഇങ്ങനത്തെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന വേറെ ഏതെങ്കിലും ഒരു റോള് ബ്രോ പ്രിഫർ ചെയ്യുന്നുണ്ടോ ഇന്നത്തെ കാലത്ത്? ബിക്കോസ് അപ്പാനി രവി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. ഇതേപോലത്തെ ക്യാരക്ടർ ചെയ്യാനാണോ ബ്രോന് ഇഷ്ടം, അതല്ലെങ്കിൽ? അല്ല, ഞാൻ ആക്ച്വലി അറിയാലോ, ഞാൻ ആദ്യം സിനിമയിലേക്ക് വന്നത് വില്ലൻ വേഷം ചെയ്തിട്ടാണ്. അതിനു മുമ്പ് തിയേറ്റർ ആയിരുന്നു. തിയേറ്ററിൽ മുഴുവനും ഞാൻ ഹ്യൂമർ നാടകങ്ങളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി കുറച്ചും കൂടെ ഹ്യൂമർ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആൾക്കാരെ തിയേറ്ററിൽ നിന്ന് ചിരിപ്പിക്കാനും അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമോഷണലി കുറച്ചും കൂടി ഇമോഷൻസ് ഒക്കെ ചെയ്യാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. നേരത്തെ വില്ലൻ ചെയ്യൂല എന്നല്ല. ഇപ്പൊ ഈ ജങ്കാർ എന്ന് പറഞ്ഞ ഈ സിനിമയിലും ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടർ അല്ല. വളരെ നല്ലവനായിട്ടുള്ള അഭിനയിക്കുക. വളരെ വളരെ നല്ലവനാണ്. തീരെ അത്ര നല്ലവനായ ഉണ്ണിയല്ല, എന്നാലും കുഴപ്പമില്ല. സാധാരണക്കാരെ പോലെ തന്നെ. അതെ അതെ, തീർച്ചയായും. നിങ്ങള് ഇതിനു മുമ്പ് സിനിമകള് ചെയ്തിട്ടുണ്ടോ, വന്നിട്ടുണ്ടോ, എങ്ങനെയാണ്? ഞങ്ങൾ ഒരുമിച്ച് ഇതുവരെ സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ല, അതോ ആദ്യത്തെ മൂവി അല്ല, മുന്നേ മൂവി ചെയ്തിട്ടുണ്ട്. അതെ അതെ, ഷെയ്ഖ് ബ്രോ ആയിട്ട് സെക്കൻഡ് മൂവി ആയിരുന്നു. നൈസ്. അപ്പൊ ഈ സിനിമയിലേക്ക് വന്നു പെട്ടത് എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും?
ആക്ച്വലി ഞാൻ ഡയറക്ടർ വന്ന് സംസാരിച്ച് സ്ക്രിപ്റ്റ് പറഞ്ഞ് എനിക്ക് സ്ക്രിപ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമയിലേക്ക് വരുന്നത് ആക്ച്വലി. ഇതിന്റെ സംവിധായകൻ മനോജേട്ടനുമായിട്ട് എനിക്ക് കുറെ വർഷത്തെ സൗഹൃദമുണ്ട്. അപ്പൊ ആ സൗഹൃദമാണ് ഈ ഒരു മൂവിയിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ തമ്പാച്ചിയിൽ നായികയാകാൻ പറ്റി. അതിനുശേഷമാണ് ഈ ഒരു മൂവിയിലേക്ക് ഓഫർ വരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും ഒരു സിനിമ അങ്ങനെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ വലിയൊരു സ്റ്റാറിന്റെ മുഖമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കഥ നല്ലതാണ് എന്നുണ്ടെങ്കിൽ മലയാളി പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് വാട്ട് ഇസ് അറ്റ് വൺ പോയിന്റ് ദാറ്റ് യു വുഡ് സേ ഈ സിനിമ ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത് എന്ന് പറയുകയാണെങ്കിൽ അത് എന്തായിരിക്കും? തീർച്ചയായും സ്ക്രിപ്റ്റ് തന്നെ ആയിരിക്കും. കാര്യം നമുക്ക് എല്ലാവർക്കും നമ്മളിപ്പോ എത്ര വലിയ സിനിമകൾ വന്നാലും എത്ര ന്യൂ ജനറേഷൻ സിനിമകൾ എത്തിയാലും നമുക്ക് കഥകൾ വായിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. വായന ഒരുപാട് നല്ല നല്ല കഥകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്നതിനപ്പുറത്തേക്ക് ഈ സിനിമയ്ക്ക് നല്ലൊരു കാമ്പുണ്ട്, നല്ലൊരു കഥ പറയുന്നുണ്ട്. അപ്പൊ ഈ കഥകൾ വായിക്കാനും കഥകൾ കേൾക്കാനും ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. പിന്നെ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ആ സിനിമയെ പെർഫോമൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിവിന്റെ പരമാവധി നല്ല പറയണ്ട, കഷ്ടപ്പെട്ടു. കാരണം ഇത് പാലക്കാടായിരുന്നു, നമ്മുടെ കേരളത്തിൽ പാലക്കാടായിരുന്നു ഷൂട്ട്. അപ്പൊ ഷൂട്ടിംഗ് സമയത്തൊക്കെ ലൊക്കേഷൻ കുറച്ച് എന്താ പറയണ്ടേ, റഫ് ഏരിയകളായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ ആയിരുന്നു. അപ്പൊ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാൻ പറ്റാവുന്നത്? ഉറപ്പായിട്ടും നല്ലൊരു സർവൈവൽ ത്രില്ലർ സിനിമയായിരിക്കും. അതിലുപരി ഒരു കളർഫുൾ മൂവി ആയിരിക്കും. നമുക്കൊരു എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും. നല്ല സോങ്സ്. എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഈ അഭിനയിക്കുന്ന വേറെ താരങ്ങൾ ആരൊക്കെയാണെന്നൊക്കെ ഉള്ളത് പറഞ്ഞു. അണിയറയിൽ ആരൊക്കെയാണ്? ശബരീഷ് വർമ്മ അല്ലെ, അദ്ദേഹം ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ശ്വേത ചേച്ചി ഉണ്ട്. അല്ല, അണിയറയിൽ വേറെ ആരൊക്കെയാണ്? അതായത് എന്റെ DOP റിജു അരമ്പാടി, ഓക്കെ, പിന്നെ സ്റ്റൺസ് ശശിയേട്ടൻ, മാഫിയ ശശി, ശാന്തി മാസ്റ്റർ കൊറിയോഗ്രാഫർ, ശാന്തി മാസ്റ്റർ, മ്യൂസിക് ബിജുബാലേട്ടൻ അതിമനോഹരമായ 4 സോങ്ങുകളുണ്ട്. ബാനറിലാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണ്. ആളൊരു പാവം പ്രൊഡ്യൂസറാണ്, നമ്മുടെ സ്വന്തം പ്രൊഡ്യൂസറാണ്. NC മൂവീസിന്റെ ബാനറിൽ ബാബുരാജ് ഏട്ടൻ കോഴിക്കോട് തന്നെയാണ്, അദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സിനിമ എത്തിക്കുന്നത് രേഷ്രാജ് ഫിലിംസ് ആണ്. യെസ്, UAE തിയേറ്റേഴ്സിലേക്ക് എത്തിക്കുന്നത് രേഷ്രാജ് ഫിലിംസ് ആണ്. അപ്പോ ഒരുപാട് സന്തോഷം. നിങ്ങളൊക്കെ ഇവിടെ ഗോൾഡ് FM സ്റ്റുഡിയോസിലേക്ക് തന്നെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് വി ആർ വെരി വെരി ഹാപ്പി ടു വെൽക്കം യു ഓൾ ഹിയർ. എന്തോ പറയാനുണ്ട്? നമുക്ക് നാളെ ഇവിടെ ഞങ്ങളുടെ ട്രെയിലർ ലോഞ്ച് സഫാരി മാളിൽ വെച്ചിട്ട് റാസൽ കൈമയില്. ഇവിടുത്തെ എല്ലാവരും ട്രെയിലർ കാണാനായിട്ട് പ്ലീസ് ഞങ്ങൾ എല്ലാവരും വെൽക്കം ചെയ്യാണ്. അതെ, നൈസ്. അപ്പോ നാളത്തെ ട്രെയിലർ ലോഞ്ചിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളത് തന്നെയാണ് സിനിമയിലെ താരങ്ങളും അണിയറ പ്രവർത്തകരും ആവശ്യപ്പെടുന്നത്. സോ മേക്ക് ഷുവർ യു ഡു ദാറ്റ്. എപ്പോഴും നല്ല സിനിമകൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നവരാണ് മലയാളികൾ. ഈ സിനിമയും സ്വീകരിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. ഇതിന്റെ ഈ ഒരു സിനിമയുടെ വിജയാഘോഷത്തിന്റെ ഭാഗമായി വീണ്ടും UAE വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അതിനൊക്കെ ഞങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. And thanks a lot for joining on Gold 101.3 FM.